കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും ശുചിത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രഖ്യാപിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും ശുചിത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മറിയംകുട്ടി ഹസൻ, ആയിഷ ചലപ്പുറത്ത്, ബാബു പോൽക്കുന്നത്ത്, മെമ്പർമാരായ കരീം പഴങ്കൽ, മമ്മദ്, ഷംലൂലത്ത്, ടി കെ അബൂബക്കർ, കെ ജി സീനത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ടി, വി ഇ ഒമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജേഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷെരീഫ് അംപ്ലക്കണ്ടി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാലിന്യമുക്ത പ്രതിജ്ഞ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റിനിൽ ചൊല്ലിക്കൊടുത്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. പരിപാടിയോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും കൊടിയത്തൂർ അങ്ങാടി വരെ ശുചിത്വ സന്ദേശ ജാഥയും സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ ദിനം, സിഗ്നേച്ചർ ക്യാമ്പയിൻ, സമ്പൂർണ്ണ ഹരിത അംഗനവാടി, സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ടം, സമ്പൂർണ്ണ ഹരിത സ്ഥാപനം എന്നിവയും പ്രഖ്യാപിച്ചിരുന്നു. കൊടിയത്തൂർ, പന്നിക്കോട്, എരഞ്ഞിമാവ്, ഗോതമ്പ് റോഡ്, പള്ളിത്താഴ്, തോട്ടുമുക്കം അങ്ങാടികളും മാലിന്യമുക്ത ടൗണുകളായി പ്രഖ്യാപിച്ചിരുന്നു. 16 വാർഡുകളും മാലിന്യമുക്ത ടൗണുകളായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ ചുമരുകളിൽ ശുചിത്വ സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ച് മനോഹരമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.